എവ്രിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചില സന്ദർഭങ്ങളുണ്ടാവും. ആ ഒരു സന്ദർഭങ്ങളിൽ നമുക്ക് പ്രണയം സ്റ്റോപ്പ് ചെയ്തേ പറ്റൂ എന്നീ സിറ്റുവേഷനാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ഈ സിറ്റുവേഷനാണ് നിങ്ങളെ പ്രണയം ഇപ്പം നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യും ഏറ്റവും ബെറ്റർ. അതായിരിക്കും നിങ്ങളെ മുമ്പോട്ടുള്ള ലൈഫിന് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റാക്കേണ്ട വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യത്തെ പോയിന്റ് ആയിട്ട് വരുന്നത്, നിങ്ങൾക്കിപ്പോൾ ഒരു വ്യക്തിയോട് പ്രണയം തോന്നി, ആ ഒരു വ്യക്തിക്ക് വേറെ ഒരാളുമായി പ്രണയമുണ്ട്. അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ പ്രണയത്തിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് അറിയാം, പക്ഷെ എന്നിട്ടും നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പ്രണയം അവരോട് തോന്നി. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പ്രണയം ഏറ്റവും വേഗം സ്റ്റോപ്പ് ചെയ്യാണ് നല്ലത്. കാരണം അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഇഷ്ടത്തിലായിരിക്കും, നല്ല അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും. നല്ല രീതിയിൽ അവരുടെ റിലേഷൻ മുമ്പോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ അവരോടൊരു ഇഷ്ടം തോന്നുകയും അത് തുറന്നു പറയുകയും ചെയ്താൽ അവിടെ യാതൊരു തരത്തിലുള്ള ഒരു യൂസും അതുകൊണ്ടുണ്ടാവും തോന്നുന്നില്ല. കാരണം അവർ ഓൾറെഡി നല്ലൊരു റിലേഷനിലാണ്. അപ്പോൾ നിങ്ങളത് തുറന്നു പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ട് പ്രത്യേകിച്ചൊരു യൂസും ഉണ്ടാവും തോന്നുന്നില്ല. എന്തായാലും അവരുടെ ഒരു റിയാക്ഷൻ നോ എന്നായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ആ ഒരു പ്രണയം അവിടെ സ്റ്റോപ്പ് ചെയ്യാണ് ഏറ്റവും നല്ലത്. സെക്കൻഡ് പോയിന്റ് ആയിട്ട് വരുന്നത്, നിങ്ങളുടെ ഫ്രീഡത്തിന് തടസ്സം നിൽക്കുന്ന അത്തരത്തിലുള്ള ഒരു പ്രണയത്തിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാണ് ഏറ്റവും ബെറ്റർ. കാരണം ഇപ്പോൾ ചിലരുണ്ട്, എന്തിനു പോകുന്നു, എങ്ങോട്ട് പോകുന്നു, ആരെ കൂടെ പോകുന്നു, എന്താണ് ഫുൾ ടൈം ഇങ്ങനെ ഓൺലൈനിൽ, നമുക്ക് യാതൊരു തരത്തിലുള്ള ഫ്രീഡവും തരില്ല. എല്ലാ നമ്മുടെ കാര്യത്തിലും അവർ വന്ന് ഒരിടപെടുന്ന ഒരു സാഹചര്യം. അപ്പോൾ നിങ്ങളെ പ്രണയം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാണ് നല്ലത്. കാരണം ബിഫോർ മാരേജ് അവർ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ മാരേജ് അവർ എങ്ങനെയാണെന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. അപ്പം ആഫ്റ്റർ മാരേജ് കഴിഞ്ഞാലും നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഫ്രീഡവും നിങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പം നല്ലൊരു ലൈഫിന് വേണ്ടിയിട്ട് നമ്മളൊക്കെ ആഗ്രഹിച്ച നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള ലൈഫ് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രേമം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നത് അത്ര ബെറ്റർ അല്ല. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ആ ഒരു പ്രണയം അവിടെ അവസാനിപ്പിക്കുകയാണ് ഏറ്റവും ബെറ്റർ. തേർഡ് പോയിന്റ് ആയിട്ട് വരുന്നത്, നിങ്ങളെ ശാരീരികമായും മാനസികപരമായും വേദനിപ്പിക്കുന്ന ഒരാൾക്കാർ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നല്ലൊരു പ്രണയത്തിൻ്റെ സൂചന അല്ല. കാരണം ഇപ്പോൾ റിലേഷൻഷിപ്പ് ആകുമ്പോൾ ഒരുപാട് പ്രോബ്ലംസ് അവിടെ ഉണ്ടാവും, അവിടെ ഇഷ്ടം പോലെ പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് നന്നായിട്ട് ദേഷ്യം വരും. എത്ര തന്നെ ദേഷ്യം വന്നാലും നമ്മൾ ആ ദേഷ്യം തീർക്കേണ്ടത് നമ്മളെ ഒരു വ്യക്തിയെ വേദനിപ്പിച്ചുകൊണ്ടല്ല, എസ്പെഷ്യലി നമ്മൾ ശാരീരികപരമായി വേദനിപ്പിച്ചുകൊണ്ടല്ല. ഇപ്പോൾ ചിലരുണ്ടാവും അടിക്കുക, കുത്തുക, ഇടിക്കുക, അതേപോലെ സിഗരറ്റ് വെച്ച് ഇങ്ങനെ പൊള്ളിക്കുക, അതൊക്കെ നമ്മൾ ന്യൂസിൽ സ്ഥിരം കാണുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നല്ലൊരു പ്രണയം അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അവിടെ സംഭവിക്കില്ല. ഇതിനെ ശരിക്കും ഒരു ടോക്സിസിറ്റി എന്ന് തന്നെ വിളിക്കാം നമുക്ക് വേണമെങ്കിൽ. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളെ പ്രണയം ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്രണയം സ്റ്റോപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ചിലർ ഇങ്ങനത്തെ ഒക്കെ സ്വഭാവങ്ങൾ ബിഫോർ മാരേജ് തന്നെ ചെറിയൊരു രീതിയിൽ കാണിച്ചു തുടങ്ങും. കല്യാണത്തിന് മുമ്പ് തന്നെ അവർ ചെറിയൊരു രീതിയിൽ കാണിച്ചു തുടങ്ങും. അപ്പോൾ കല്യാണം കഴിഞ്ഞാൽ ഇതിൻ്റെ ഒക്കെ ഒരു അവസ്ഥ എന്തായിരിക്കും, ഇതിൻ്റെ ഭീകര വേർഷനായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പം തന്നെ ചെറിയ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ തന്നെ അങ്ങോട്ട് റിജക്റ്റ് ചെയ്യണമെന്നല്ല പറയുന്നത്. വലിയ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ വരികയെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു പ്രണയം സ്റ്റോപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ മുമ്പോട്ടുള്ള ലൈഫിന് നല്ലത്. നമ്മൾ ഉപദ്രവിക്കുക എന്നുള്ളത് ഇപ്പോൾ ശാരീരികമായി മാത്രമല്ല മാനസികമായും നമ്മൾ ഉപദ്രവിക്കുക, അതും നമുക്ക് വലിയൊരു പ്രശ്നം തന്നെയാണ്. എപ്പോഴും നമ്മളിങ്ങനെ സാഡായിരിക്കുക, അതൊന്നും ഒരു റിലേഷൻഷിപ്പിൽ എപ്പോഴും ഇങ്ങനെ തന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് യാതൊരു തരത്തിലുള്ള ഒരു ഹാപ്പിനെസ്സും അവിടെ വരില്ല. അപ്പോൾ നിങ്ങളുടെ ഒരു റിലേഷൻ ഈ ഒരു സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ അത് നിർത്തുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുണ്ടാവുക. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ പഠിക്കുന്ന കാലത്തുള്ള പ്രണയം, നമ്മുടെ സ്കൂളിലൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനത്തെ രീതിയിലുള്ളൊരു പ്രണയം, ഈ ഒരു പ്രണയം ഒരു 80% വിജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം നമ്മൾ ആ ഒരു പ്രായത്തിൽ വളരെ ഒരു ചെറിയ പ്രായമായിരിക്കില്ലേ, നമുക്ക് അപ്പോൾ തോന്നുന്ന ആ ഒരു മൊമെൻറ്റിലാണ് നമ്മൾ അങ്ങനത്തെ ഡിസിഷൻ എടുക്കുന്നത്. പക്ഷേ നമ്മൾ എടുത്തു നോക്കിയാൽ കാണാം, ഈ ഒരു സ്കൂളിങ്ങിൽ ഉണ്ടാവുന്ന ഈ ഒരു പ്രണയം അത്ര വിജയിക്കാൻ സാധ്യതയില്ല. കാരണം നമ്മൾ ഈ സ്കൂളിലായിരിക്കും ഈ പഠിക്കേണ്ട സമയത്ത് നമ്മളിട്ട് പഠിക്കില്ല. അതേപോലെ തന്നെ അത് നമ്മുടെ ലൈഫിന് ഒരുപാട് ബാധിക്കും. നമ്മൾ ചിലപ്പോൾ ഫെയിലായി എന്ന് വരാം. അപ്പോൾ ഇങ്ങനെ ഫെയിലായിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു നല്ലൊരു ജോബ് കിട്ടില്ല, നമ്മൾ ഫിനാൻഷ്യലി സെറ്റിൽ ആവില്ല. ഫിനാൻഷ്യലി സെറ്റിൽഡ് ആവാതെ നമുക്കൊരു ഫാമിലീനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരിക്കലും പറ്റില്ല. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ലൈഫിനെ ബാധിക്കും. അപ്പോൾ സ്കൂളിങ്ങിൽ ഉണ്ടാവുന്ന ഈ ഒരു പ്രണയം എന്ന് പറയുന്നത് വിജയിക്കാൻ വളരെ സാധ്യത കുറവാണ്. പിന്നെ പഠിക്കുന്ന കാലത്തുള്ള പ്രണയം ഒരു
20% അല്ലെങ്കിൽ അതിൻ്റെയും താഴെ മാത്രമേ നമ്മൾ വിജയിച്ചതായിട്ട് കണ്ടിട്ടുള്ളൂ. അതും അത്രയും സ്ട്രഗിൾ ചെയ്തും അത്രയും ഇതൊക്കെ ആയാലും അതങ്ങനെ വിജയിക്കുള്ളൂ. അപ്പം നമ്മൾ ഈ ചെറിയൊരു പ്രായത്ത് ആ ഒരു ഇതിന് നിൽക്കാതെ നമ്മൾ പഠിക്കേണ്ട സമയത്ത് പഠിച്ച് നല്ലൊരു ജോബൊക്കെ കിട്ടി, നല്ല സെറ്റിൽഡ് ആയി, എന്നിട്ട് നമ്മൾ അങ്ങനത്തെ ഒരു ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ പഠിക്കുന്ന കാലത്തുള്ള പ്രണയമാണെങ്കിലും അതൊക്കെ അവസാനിപ്പിക്കുകയാണ് ഒന്നും കൂടി നല്ലത്. നിങ്ങൾ നിങ്ങളെ കരിയറിൽ ഫോക്കസ് ചെയ്യുക, പാഷനിൽ ഫോക്കസ് ചെയ്യുക, നിങ്ങളുടെ ഗോൾസിൽ ഫോക്കസ് ചെയ്യുക. അതായിരിക്കും നിങ്ങളുടെ മുമ്പോട്ടുള്ള ലൈഫിന് ഏറ്റവും നല്ലത്. ഏറ്റവും ലാസ്റ്റത്തെ പോയിന്റിലോട്ട് കിടക്കാം. ഇത് ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ കൂടുതൽ കണ്ടുവരുന്ന ഒരു പോയിന്റാണ്. മറ്റുള്ളവരുടെ ജീവിത പങ്കാളിയെ നമ്മൾ ആഗ്രഹിക്കുക എന്നുള്ളത്. അവരുമായിട്ടുള്ളൊരു പ്രണയം തോന്നുക. ചിലപ്പോൾ അവർ നല്ല രീതിയിലുള്ള ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമായിരിക്കും, അതിൻ്റെ ഇടയിലായിരിക്കും ഈ ഒരു പ്രണയം കൊണ്ടുവരിക. അപ്പോൾ ഈ ഒരു പ്രണയം അവിടെ ഉണ്ടാകുമ്പോഴും ഇവരുടെ ഫാമിലീനൊക്കെ കളഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങളെ കൂടെ വരിക. ഇത് നിങ്ങളെ മാത്രം ബാധിക്കുന്ന കേസല്ല, അവരുടെ അച്ഛൻ, അമ്മ, അങ്ങനെ ഒരുപാട് ആൾക്കാരെ ബാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഒരുപാട് ആൾക്കാരെ വിഷമിപ്പിച്ചിട്ട് നിങ്ങൾക്കൊരു സന്തോഷം, അത് ജീവിതകാലം മൊത്തം ആ ഒരു സന്തോഷം നിലനിൽക്കുന്നു തോന്നുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ പ്രണയം സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തന്നെ അത് ഏറ്റവും പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാണ് ഏറ്റവും ബെറ്റർ. കാരണം ചിലപ്പോൾ അവർക്ക് കുട്ടികളുണ്ടാവാം, ആ കുട്ടികളൊക്കെ ഉപേക്ഷിച്ചിട്ടായിരിക്കും അവർ നിങ്ങളെ കൂടെ വരിക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും തൽക്കാലം ഇതിപ്പോൾ സക്സസ് ആയല്ലോ എന്ന് പറഞ്ഞ് സന്തോഷം ഇരിക്കല്ല വേണ്ടത്. അവരിപ്പോൾ അവരുടെ ഹസ്ബൻഡ്, അവരുടെ കുട്ടികൾ എല്ലാം കളഞ്ഞിട്ടായിരിക്കും ഇപ്പോൾ നിങ്ങളുടെ കൂടെ വരിക. നാളെ നിങ്ങളെക്കായും ബെറ്റർ ആയിട്ടുള്ള ഒരാളെ, നിങ്ങളെക്കായും സൗന്ദര്യമുള്ളതും സമ്പത്തുള്ളവരും ഒരാളെ കണ്ട് അവർ പോവില്ല എന്ന് ഒരുറപ്പില്ല. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ സന്തോഷം ഇരിക്കുന്നതിന് പകരം ഇങ്ങനത്തെ ഒക്കെ ഒരു സംഭവങ്ങൾ കാണുമ്പോൾ ആ ഒരു റിലേഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ നോക്കുക. അതായിരിക്കും നിങ്ങൾക്കും മറ്റുള്ളവർക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഒരാളെ വിഷമിപ്പിച്ചിട്ട് കിട്ടുന്ന ഒരു സന്തോഷം അതിന് അധിക കാലം ഒരു ലൈഫ് ഉണ്ടാവില്ല. ഇന്നല്ലെങ്കിൽ നാളെ ആ ഒരു സംഭവം അവിടുന്ന് തകർന്നടിഞ്ഞ് പോകും. അപ്പോൾ നമ്മൾ ഏറ്റവും ചെയ്യേണ്ടത് നല്ലൊരു ഹാപ്പിനെസ് ഉള്ളൊരു ലൈഫ് കിട്ടാൻ വേണ്ടി ഇങ്ങനത്തെ ഈ സംഭവത്തിലൊന്നും ഇടപെടാതിരിക്കുക. മാക്സിമം നിങ്ങളിപ്പോൾ പെട്ടുപോയി, ഇങ്ങനത്തെ ഒരു സംഭവത്തിലൊക്കെ പെട്ടുപോയി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ നിർത്താനുള്ള സമയമുണ്ട്. നിങ്ങൾ ഒട്ടും വൈകിയിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുക. പെട്ടെന്ന് തന്നെ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ കുറച്ചും കൂടിയൊക്കെ ശ്രദ്ധ കൊടുക്കുക. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന കുറച്ച് ആൾക്കാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നത് വരെ താങ്ക് യു.